ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തിൻ്റെ ഒരു നിർവചനം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ധ്യാനത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവിക പ്രബോധനങ്ങളെ, ദൈവിക വെളിപാടുകളെ ഉപേക്ഷിക്കുന്നു. ദൈവിക പ്രബോധനങ്ങൾ അഥവാ വെളിപാടുകൾ നമുക്ക് വചനഗ്രന്ഥത്തിലൂടെയാണ് കിട്ടുന്നത്. വചനഗ്രന്ഥത്തിലുള്ള ഈ വചനങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വചനം പരമാവധി ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ്. മറിയത്തിൻ്റെ മുമ്പിൽ മാലാഖ വന്ന് ദൈവദൂത് വെളിപ്പെടുത്തി കൊടുത്തപ്പോഴും പിന്നീട് പല സമയത്തും പുത്രനെ കാണാതെ അന്വേഷിച്ചിട്ട് പുത്രൻ നീ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പുത്രൻ മറുപടി പറഞ്ഞു മറിയത്തോട്. ആ സമയത്തൊക്കെ മറിയത്തിന് പലതും മനസ്സിലായില്ല, പക്ഷെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു മറിയം. ദൈവിക വെളിപാടുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുമെന്ന് സങ്കീർത്തനം 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയമാണ് വചനം മാംസമായി തീർന്ന യേശുവിന് ശരീരം കൊടുക്കാനും ലോകത്തിൽ അവതരിപ്പിക്കാനും ഭാഗ്യമുള്ളവളായി മാറിയത്. യേശുവിനെ സംവഹിക്കുന്നവർക്കേ സമ്പ്രദാനം ചെയ്യാൻ പറ്റുള്ളൂ, യേശുവിനെ വഹിക്കുന്നവർക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഭാഗ്യം മറിയത്തിന് കിട്ടാൻ കാരണം വചനം വിശ്വാസത്തോടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ്. വചനം മനസ്സിൽ മാത്രം നിറഞ്ഞാൽ പോരാ. ഇപ്പോൾ ചിലർക്ക് നല്ല മെമ്മറി പവർ ഉണ്ടെങ്കിൽ, ഓർമ്മശക്തി ഉണ്ടെങ്കിൽ അവർ വചനം ഒത്തിരി ബൈഹാർട്ട് പഠിക്കും, പക്ഷെ അത് അവരുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കി എന്ന് വരില്ല, ഹൃദയത്തിനൊരു മാറ്റം വരത്തില്ല. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വലിയ അഭിഷേകം ഉണ്ടാക്കി എന്ന് വരില്ല. മാത്രമല്ല, ഈശോ തന്നെ പറയുന്ന ഒരു വചനമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനം. നിങ്ങളെന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ദൈവത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊല്ലുന്നതാണ് ആ ചരിത്ര പശ്ചാത്തലത്തിൽ ഉദ്ദേശിച്ചതെങ്കിൽ, ദൈവത്തെ നിഷേധിക്കാൻ, ദൈവത്തെ ഉൾക്കൊള്ളാതിരിക്കാൻ, ദൈവദൂഷണം പറയാനൊക്കെ ഇടവരാൻ കാരണം നമ്മുടെ ഉള്ളിൽ വചനം വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അക്കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. യോഹന്നാൻ 5:38 അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ വചനം വസിക്കണം എങ്കിൽ വചനം വായിച്ച് അത് മനപാഠമാക്കുന്നതിൻ്റെ കൂടെ, ഇംഗ്ലീഷിൽ ഒരു വാക്കേ ഉള്ളൂ ബൈഹാർട്ട് ചെയ്യാന്ന്, പക്ഷേ മലയാളത്തിൽ 2 വാക്കുകളുണ്ട്. ഒന്ന് മനപാഠമാക്കുക, മറ്റൊന്ന് ഹൃദയസ്ഥമാക്കുക. ഞാനതിന് 2 അർത്ഥം കൊടുക്കുക. മെമ്മറി പവർ ഉള്ളവർക്ക് മനപാഠമാക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് ജീവിതത്തിൽ പകർത്തിയ വചനമാകണമെന്നില്ല, ആ വചനത്തിന് ജീവൻ പ്രാപിച്ചിരിക്കണമെന്നില്ല. അവരുടെ മനസ്സിലതുണ്ട്. എന്നാൽ വചനം ഹൃദയസ്ഥമാക്കുക എന്ന് പറയുമ്പോൾ വചനം ഭക്ഷിച്ച് ആത്മാവിൻ്റെ ഭക്ഷണമാക്കി അതിനെ മാറ്റി എന്നും കൂടി അർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ വചനം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ജ്വലിപ്പിക്കുകയും ചലിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ഓരോ നല്ല കാര്യങ്ങൾ ദൈവ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. വചനം ഹൃദയസ്ഥമാക്കാതെ മനപാഠമാക്കിയ ഒരു വ്യക്തിയെ ഞാൻ ഓർക്കുക. എൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക്, ഏത് സ്ഥലവും ഞാൻ പറയില്ല, ഞാൻ ശുശ്രൂഷ ചെയ്ത ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു 10-50 വയസ്സുള്ള ഒരാൾ കടന്നു വന്നു. അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ കൂടെ ഇവിടെ ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഞാൻ ധ്യാനം കൂടാൻ പറഞ്ഞു. ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ 2 തവണ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു എനിക്ക് വചനപ്രഘോഷമാണ് താല്പര്യം. ഞാൻ പറഞ്ഞു വചനപ്രഘോഷണത്തിന് നിങ്ങൾക്ക് ദൈവം നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരും, ഇതുവരെ വെളിപ്പെടുത്തി തന്നിട്ടില്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അച്ഛനൊരു കുറച്ച് സമയം എൻ്റെ കൂടെ ചെലവഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും. എന്നിട്ട് ആ വചനം പ്രസംഗം നടക്കുന്ന ഹാളിൽ തന്നെ ആരുമില്ലാത്ത സമയമാണ്. ഞങ്ങൾ കസേരയിലിരുന്നു. അയാളിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് കുറേ വചനങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന വചനമാണ്. ഞാൻ നോക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് വിഷയത്തിനനുസരിച്ച് വചനം അയാൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നുണ്ട്.
അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോയിരുന്നു കുറച്ച് നേരം കൊന്തയല്ല. അപ്പം ഞാൻ ഈ കൊന്ത ചെല്ലുമ്പോൾ വചനം ചേർത്ത് കൊന്ത ചൊല്ലാറുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലവും 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അടുത്തത്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലവും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങനെ ഞാൻ ആ ജപമാലയുടെ ആദ്യത്തെ മുഴുവനും വചനം പറഞ്ഞ് കൊന്തയൊല്ലി. ഇയാളും വേറെ 2-3 പേര് 2-3 സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, ഒരച്ഛനും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വളരെ സന്തോഷമായ അച്ഛനെന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട്. പിറ്റേ ദിവസം എന്നോട് വന്ന് പറഞ്ഞു, നാളത്തെ കൊന്ത ഞാൻ ലീഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ പള്ളിയിൽ മുട്ടുകുത്തി വളരെ സിസ്റ്റമായിട്ടൊക്കെ ആയിട്ട് മനോഹരമായിട്ട് വചനം ഏറ്റുപറഞ്ഞ് വചനം പറഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, നന്നായിട്ട് സ്തുതിക്കുന്നു. ഇതൊക്കെ ഞാൻ കണ്ടു. എനിക്ക് വലിയ സന്തോഷമായി. പക്ഷേ അയാൾ വചനം പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറ്റാൻ എനിക്ക് കർത്താവ് അനുവാദം തരുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അയാൾക്കപ്പോൾ അസ്വസ്ഥനാകാൻ തുടങ്ങി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, അങ്ങനെ അച്ഛൻ എന്നെ വചനം പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം അടുത്ത് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈശോ എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചു, എവിടെയാണ് വീട്, കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ബോംബെയിൽ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭാര്യയുണ്ട്, അവൾക്ക് 2 മക്കളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അത് സ്പർശിച്ചു. ഞങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ കൂടുതൽ ചോദിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇയാൾ താമസിക്കുന്ന ഇടവകയിൽ വികാരിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ അച്ഛൻ്റെ ഇടവകയിൽ താമസിക്കുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ഇടവകയിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ താമസിക്കുന്ന സ്ഥലം ഞാൻ വീണ്ടും കുറേ കൂടെ സൂക്ഷിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞിട്ട് എൻ്റെ ആ പ്രദേശത്തുള്ള ആ ഇടവകയിലുള്ള ഒരു മലയാളി അവിടെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോൾ ഇയാളുടെ ഭാര്യ മഹാരാഷ്ട്രക്കാരിയാണ്. 2 മക്കൾ ആ സ്ത്രീകൾക്കുണ്ട്, മുതിർന്ന പെൺകുട്ടികളാണ്. ഇയാൾ ആ സ്ത്രീയുടെ കൂടിയാണ് താമസിക്കുന്നത്. അയൽവക്കക്കാരോട് ചോദിച്ചപ്പോൾ അവിടുത്തെ മലയാളികളെ അയൽക്കാർ പറഞ്ഞു, ഇയാളുടെ ഭാര്യയും മക്കളും വീട്ടിലുണ്ട്. ഭാര്യയോട് ഭിന്നിച്ച് കലഹിച്ച് അവളെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഈ മഹാരാഷ്ട്രക്കാരിയ സ്ത്രീയുടെ കൂടെ താമസിക്കുകയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഇയാൾ വചനം മനപാഠമാക്കിയിട്ടുണ്ട്, പക്ഷെ ഹൃദയസ്ഥമാക്കിയിട്ടില്ല. പിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വളരെ കാർക്കശ്യത്തോടു കൂടി അയാളോട് പെരുമാറുകയും എത്രയും വേഗം ഈ അവിഹിത ബന്ധം ഉപേക്ഷിച്ച് തിരിച്ച് പോകണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ കേട്ടില്ല. അതിൻ്റെ ദുരന്തഫലം ഉണ്ടായി. ദുരന്തഫലം അവൻ്റെ ഭാര്യയുടെ ബന്ധുക്കളാരോ വന്ന് ഇയാളെ ഉപദ്രവിച്ചെന്നാണ് ഞാൻ പിന്നീട് കേട്ടത്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, വചനം ഹൃദയസ്ഥമാക്കണം, വചനം മനപാഠമാക്കണം. മനപാഠമാക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് ആ വചനം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. പക്ഷേ അങ്ങനെ മറ്റൊരാൾക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് വചനം എന്നോട് തന്നെ ഞാൻ പ്രസംഗിക്കണം. എന്നോട് ഞാൻ പ്രസംഗിക്കാത്ത വചനം, ഞാൻ പാലിക്കാത്ത വചനം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് പ്രയോജനമില്ല. ആ വചനം കേൾക്കുന്ന വ്യക്തിക്ക് അവിടെ അനുഗ്രഹം കിട്ടും. പക്ഷേ വചനം അയാൾക്ക് പകർന്നു കൊടുത്തതിൻ്റെ ഫലമായി എനിക്ക് കിട്ടേണ്ട അനുഗ്രഹം എനിക്ക് കിട്ടില്ല. കാരണം വചനം എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടില്ല. വചനം ആത്മാവിൻ്റെ ഭക്ഷണമാക്കുന്നതിനാണ് ഹൃദയസ്ഥമാക്കുക എന്ന് പറയുക. അപ്പോൾ പാപമെന്ന് പറയുന്നത് ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവിക പ്രബോധനങ്ങൾ ഉപേക്ഷിക്കുന്നു. ആ ദൈവിക പ്രബോധനങ്ങൾ തിരുവചനങ്ങളായി തിരുസഭയിലൂടെ വചനഗ്രന്ഥത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വായിക്കാതിരിക്കുക, പഠിക്കാതിരിക്കുക, അത് ഹൃദയസ്ഥമാക്കാതിരിക്കുക, അത് പാലിക്കാതിരിക്കുക, അത് പകർന്നു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ വചനം പകർന്നു കൊടുക്കുന്ന സംവിധാനങ്ങളെയും അത് പകർന്നു കൊടുക്കുന്നവരെയും എതിർക്കുക, വിമർശിക്കുക, കുറ്റം വിധിക്കുക, അതുപോലെ ദൈവിക സംവിധാനങ്ങളായിട്ട് വചനം പകർന്നു കൊടുക്കാനുള്ള മാധ്യമങ്ങളെല്ലാം നശിപ്പിക്കുക, അതെല്ലാം ദൈവത്തെ നിഷേധിക്കാൻ തുല്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്തിൻ്റെ ജീവൻ പ്രാപിക്കാൻ, വചനത്തിലൂടെ അഭിഷേകം പ്രാപിക്കാൻ, വചനത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിന് ആരോഗ്യമുണ്ടാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഈ നിമിഷങ്ങളാകെ ഞങ്ങളോട് സംസാരിച്ചത്. വചനം വായിക്കാനും
ധ്യാനിക്കാനും പഠിക്കാൻ കൃസ്തമാക്കാനും അതുപോലെ വചനം പങ്കുവെച്ചു കൊടുക്കാനും വചന പ്രഘോഷങ്ങൾ ശ്രവിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യവും അനുഗ്രഹം നൽകണമേ. അത് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും നവീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.